വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കോൾഡ് പോർസലൈൻ ക്ലേ എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും അതിന്റെ മെഷർമെന്റ്സും. ഫസ്റ്റിലെ തന്നെ നമുക്ക് കോൺഫ്ലോർ ഒരു 1 കപ്പ് അളന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫെവിക്കോളും നമുക്ക് സെയിം അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെഷർമെന്റ് ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഫെവിക്കോൾ എടുക്കുന്ന സെയിം അളവിന് തന്നെ നമ്മൾ കോൺഫ്ലോർ എടുക്കണം. നെക്സ്റ്റ് ആ ബോളിലേക്ക് ഏതെങ്കിലും കളർലെസ് ആയിട്ടുള്ള ഓയിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വിനാഗിരി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് ലംസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തതിനു ശേഷം വൈറ്റ് അക്രിലിക് കളർ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന അളവിന് എനിക്ക് 1 ടീസ്പൂൺ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്നും നിർത്തിയിട്ട് പോകാൻ പാടില്ല. ഇടയ്ക്ക് എങ്ങനെ നമ്മൾ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കട്ട കിട്ടും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായി പോകും. സോ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ലോയിലായിരിക്കണം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലേ ഏകദേശം റെഡിയായി. ഇനിയും ഒരു 30 സെക്കൻഡ്സും കൂടെ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമ്മുടെ ഫിംഗർ ടിപ്പിലൊട്ടും പക്ഷെ പാമിലൊട്ടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുക്കുന്നതിനെ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. ഈ കണ്ടീഷനിങ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ക്ലേ ആ ഒരു പരുവത്തിൽ കിട്ടുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ടിയർ ഡ്രോപ്പ് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലേയുടെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് പൊതിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം. ഇതൊരു 1 ഡേ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെടുത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ എടുത്തിട്ട് ഒന്നുകൂടെ കണ്ടീഷൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.